മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായി റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൂടിയ കോയിൽ ഘടിപ്പിച്ചിട്ടുള്ള രീതിയിലാണ് ഒരു OTG ഓവന്റെ നിർമ്മാണം. ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ് പ്രകാരം ഈ കോയിലിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ അത് ചൂടാക്കപ്പെടുകയും ഇത്തരത്തിലുള്ള താപത്തെ ഓവന്റെ ക്യാവിറ്റിയിലേക്ക് റേഡിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കൺവെക്ഷൻ മോഡ് അവൈലബിൾ ആയിട്ടുള്ള OTG ഓവനുകളിൽ ഇങ്ങനെ ഉണ്ടാവുന്ന താപത്തെ യൂണിഫോമായി ഓവന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓവൻ ക്യാവിറ്റിയിലെ താപനില കൂട്ടാൻ കാരണമാക്കുന്നു. മെയ്ലാർഡ് റിയാക്ഷൻ പ്രകാരം അമിനോ ആസിഡ്സും ഷുഗർ മോളിക്യൂൾസും ഉയർന്ന താപനിലയുടെ സാന്നിധ്യത്തിൽ റിയാക്ട് ചെയ്യപ്പെടുന്നത് വഴി രൂപപ്പെടുന്ന സങ്കീർണമായ കോമ്പൗണ്ട്സ് ഭക്ഷണപദാർത്ഥത്തിന് ബ്രൗൺ കളറും ഫ്ലേവറും നൽകുന്നു. കൺവെക്ഷൻ ഓവനുകളിൽ ഉയർന്ന താപനില രൂപപ്പെടുന്നതിനാൽ ഈ റിയാക്ഷൻ നടക്കുകയും അങ്ങനെ ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ഒരു ക്രിസ്പിനെസ് നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ പ്രയോജനപ്പെടുത്തി ഭക്ഷണപദാർത്ഥത്തിലെ വാട്ടർ മോളിക്യൂൾസിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നതിലൂടെ ഹീറ്റ് രൂപപ്പെടുത്തിയാണ് ഒരു സോളോ മൈക്രോവേവ് ഓവൻ പ്രവർത്തിക്കുന്നത്. ഇത് സ്റ്റീം ഉൽപ്പാദിപ്പിക്കപ്പെടാനും കാരണമാവുന്നു. ഇവിടെ ഭക്ഷണപദാർത്ഥത്തിന്റെ ഉൾഭാഗത്തു നിന്ന് ഹീറ്റ് ചെയ്യപ്പെടുന്നത് കാരണത്താൽ ഓവനുള്ളിലുള്ള എയർ തണുത്തിരിക്കുകയും ഇത് സ്റ്റീം കണ്ടൻസ് ചെയ്ത് ജലകണികകളാക്കാനും അങ്ങനെ ഭക്ഷണപദാർത്ഥത്തിന്റെ മുകൾ ഭാഗം നനഞ്ഞിരിക്കാനും കാരണമാവുന്നു. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് ആൻഡ് ഗ്രില്ലിംഗ് പ്രവർത്തനങ്ങൾക്ക് സോളോ മൈക്രോവേവ് ഓവൻ ഒരു നല്ല ഓപ്ഷൻ അല്ല. ഇതിനെ മറികടക്കാനായി ഒരു സോളോ മൈക്രോവേവ് ഓവനിൽ ഹീറ്റിംഗ് കോയിലും ഫാനും ഘടിപ്പിക്കുന്നതിലൂടെ ഒരു കൺവെക്ഷൻ മൈക്രോവേവ് ഓവനാക്കി കൺവേർട്ട് ചെയ്യപ്പെടുകയും അങ്ങനെ ഓവനകത്തെ താപം കൂട്ടാനും ഇത്തരത്തിൽ ഒരു സോളോ മൈക്രോവേവ് ഓവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പുറമെ കൺവെക്ഷൻ ഓവൻ ചെയ്യുന്ന പ്രവൃത്തികളും ഒരു സിംഗിൾ ഓവൻ അതായത് കൺവെക്ഷൻ മൈക്രോവേവ് ഓവൻ നിർവഹിക്കുന്നു.